ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വർക്കെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വർക്കാണ്. കുട്ടികളാരും ഇത് ചെയ്യാൻ നോക്കരുത്. ഇതൊരു കുപ്പിച്ചില്ല് കൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു വർക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഏതായാലും മതി. നല്ല കുപ്പി ക്രൈസ്റ്റലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കുപ്പി എടുത്ത് അത് നല്ല രീതിയിൽ പിന്നെ കവറിലിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഹാമറോ വല്ലതും യൂസ് ചെയ്ത് നമ്മളത് ഉടച്ച് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് നല്ലത് ആ ഒരു ചെറിയ ക്രൈസ്റ്റൽ മതി നമുക്ക്. വലിയ ചില്ലായിട്ടല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഒരു ഡോൾഫിനെ വരയ്ക്കുകയാണ്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൽ ഫില്ല് ചെയ്യാനായിട്ട് വ്യത്യസ്തമായിട്ട് മറ്റൊരു മെത്തേഡാണ് ഞാനിത് നോക്കിയത്. അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ഈ കുപ്പിച്ചില്ലുകൾ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ചെറിയ ഏതെങ്കിലും ഇത് ചെറിയൊരു നൈഫും ഒരു ഗ്ലൗസും യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഫെവി ബോണ്ട് കംപ്ലീറ്റ് ഫെവി ബോണ്ട് ഇട്ടതിന് ശേഷമാണ് ചെറിയ ക്രൈസ്റ്റൽ യൂസ് ചെയ്ത് അതിൽ ഫില്ല് ചെയ്യുന്നത്. ഇതുപോലെ കോരിയെടുത്ത് പിന്നെ കുട്ടികൾ ഇത് ചെയ്യേ അരുത്. കാരണം നമ്മുടെ കയ്യിൽ പറ്റാത്ത വിധമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഒന്ന് ഉണങ്ങിയതിന് ശേഷം അത് വീണ്ടും ഫെവി ബോണ്ട് യൂസ് ചെയ്ത് 4 ചുറ്റും വീണ്ടും ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ലൈൻ ഒന്നും കൂടി ടൈറ്റ് ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം അതിന് വേണ്ടുന്ന കളർ അതേപോലെ ഒരു ഡോൾഫിൻ വേണ്ടുന്ന കളർ വൈറ്റും അതുപോലെ ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ മിക്സ് ചെയ്തിട്ട് കളർ വെറുതെ നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ്, അക്രിലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസർട്ട് ചെയ്ത് എല്ലായിടവും പടർന്ന് വരത്തക്ക വിധത്തിൽ അത് ചെയ്ത് കഴിഞ്ഞ് ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളറും ഡാർക്ക് ബ്ലൂ പ്ലസ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഗ്ലിറ്റേർഡ് പൗഡർ യൂസ് ചെയ്ത് ഗ്ലിറ്റേർഡ് പൗഡർ ഇട്ട് അതിനുശേഷം എൻ്റെ കയ്യിൽ തന്നെ ഇതിപ്പം സ്റ്റോണിൻ്റെ ചെയിനുണ്ട്, വൈറ്റ് ചെയിനും അതുപോലെ തന്നെ ഓറഞ്ച് ചെയിനും നമ്മളെ കൊണ്ട് ആവുന്ന കണക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതി ചെയ്തതേ ഉള്ളൂ. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ഒരു ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ചെയ്ത് നമ്മളൊരു ബൈൻഡ് റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളിത് ഔട്ട്ലൈൻ ഇട്ട് അതിൽ ക്രൈസ്റ്റലായിട്ട് കുപ്പി ഉടച്ച് ക്രൈസ്റ്റൽ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷമാണ് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ കളർ ചെയ്യുന്നതും. അതിന് ചുറ്റും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നതും. ഇതിപ്പോൾ ഈ ക്രൈസ്റ്റൽ നമ്മൾ കുപ്പിച്ചില്ല് അല്ലാതെ തന്നെ കുട്ടികൾക്ക് പിന്നെ ബീഡ്സ് വെച്ച്, അതായത് മുത്ത് വെച്ചും അല്ലാതെ കല്ല് വാങ്ങിക്കാൻ കിട്ടും, കല്ല് വെച്ചും ഒക്കെ നമുക്കിത് ഫില്ല് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നത്. അതിന് ഫെവിക്കോൾ യൂസ് ചെയ്യും. അല്ലാതെ നമുക്ക് കുട്ടികൾക്ക് സീക്വൻസ് വെച്ച് ഇതുപോലെ ഔട്ട്ലൈൻ ഇട്ട് സീക്വൻസ് വെച്ചും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ.